Hey friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 1. നമ്മൾ കടലൊക്കെ വാങ്ങിയിട്ട് ഇതുപോലത്തെ ടിന്നിലായിരിക്കും വെക്കാറ്. പിന്നെ നമ്മൾ കടല ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെക്കുമ്പോൾ ചിലപ്പോൾ കാണാം അതിൽ ചെറുതായിട്ട് ഓരോ ഹോൾസ് ഒക്കെ. അതുപോലെ തന്നെ ചിലപ്പോൾ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. ഇതുപോലെ പ്രാണി അതുപോലെ തന്നെ ഹോൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോണേ. അതിനുവേണ്ടി ഞാൻ ഈ കടലയിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാണ്. ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താ വെച്ചാൽ ചേർക്കാം. എന്നിട്ട് നമ്മൾ ഈ കടല ഇട്ട് വെച്ചിട്ടുള്ള ഈ ടിന്നുണ്ടല്ലോ നല്ല പോലെ ഒന്ന് കുലുക്കി കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത ഈ വെളിച്ചെണ്ണ കടലയുടെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആവണം. നല്ല പോലെ കുലുക്കിയതിനു ശേഷം ഞാനിതാ ഈ കടലയുടെ ടിന്നൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് കടല നമ്മൾ ടിന്നിലൊക്കെ അടച്ചെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം ഒരു കേടും കൂടാതെ നമുക്ക് കടല ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 2. നമ്മളെ മസാലാസ് ഒക്കെ ഉണ്ടല്ലോ, മല്ലിപ്പൊടി മുളക് പൊടി, ഇതൊക്കെ നമ്മൾ ഇതുപോലത്തെ ഇങ്ങനത്തെ ടിന്നിലായിരിക്കും ഇട്ട് വെച്ചിട്ടുണ്ടാവുക. ഈ വക മസാലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അപ്പം തന്നെ ക്ലോസ് ചെയ്യാൻ വിട്ടുപോകും. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും. മസാല ഒക്കെ ഇങ്ങനെ കട്ട പിടിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയിട്ടുണ്ടാവും. ഈ മസാലാസ് ഒക്കെ കട്ട പിടിക്കാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു മസാലയിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കായപ്പൊടി ഈ മുളക് പൊടിയോ മല്ലിപ്പൊടി ഏത് പൊടിയാന്ന് വെച്ചാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മസാലാസിൽ ഫംഗസ് വരെ അതുപോലെ കട്ട പിടിക്കണ പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ മസാലാസിന്റെ സ്മെല്ലൊക്കെ പോവാതെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കുറേ കാലം ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. ഈ മസാലാസ് കട്ട പിടിക്കാതിരിക്കാനുള്ള വേറൊരു ടിപ്പ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം. ടിപ്പ് നമ്പർ 3. നമ്മൾ ഈ ടവൽസ് ഒക്കെ സാധാരണ മടക്കി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കബോർഡിലാണ് എടുത്ത് വെക്കാറ്. എല്ലാ ടവൽസും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യൂല. ചിലതൊക്കെ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. പുതിയ ടവലാണെങ്കിൽ പോലും നമ്മൾ കുറേ കാലത്തിന് ശേഷം എടുക്കുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സിലിക്ക ജെല്ലാണ് എടുത്തിട്ടുള്ളത്. ഈ സിലിക്ക ജെല്ല് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഈ പുതിയ ബാഗ് അതുപോലെ ഷൂ ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ അതിലുണ്ടാവുന്നതാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ഇത് നേരെ വേസ്റ്റൊക്കെ ഇടാവും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. ഈ സിലിക്ക ജെല്ല് ഓരോ ടവലിന്റെ അടിയിലും വെച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ ടവൽ എടുക്കുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇതിന് മാത്രമല്ല, നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ അടിയിലും ഈ സിലിക്ക ജെല്ല് വെച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ പിന്നെ ആ ബ്ലാങ്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഷൂ ബാഗ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ സിലിക്ക ജെല്ല് വെറുതെ വേസ്റ്റ് ഇടാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 4. ഈ ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ എത്ര അടിച്ചു വെച്ചാലും കാണാം, പിന്നെ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രാണികള്. ഗോതമ്പ് പൊടിയിൽ പ്രാണികളൊക്കെ വന്ന് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു സിനമൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ടിഷ്യൂ എടുത്തിട്ട് ഈ സിനമൺ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു റബ്ബർ ഇട്ടൊന്ന് കെട്ടി വെക്കാണ്. എന്നിട്ട് ഈ ടിഷ്യൂവിൽ പൊതിഞ്ഞ സിനമൺ സ്റ്റിക്ക് ഗോതമ്പ് പൊടിയിൽ ഇട്ട് കൊടുക്കാണ്. ഈ സിനമൺ സ്റ്റിക്ക് പൊടിയിലൊന്ന് ഇളക്കി കൊടുത്ത് പൊടിയുടെ ഉള്ളിലേക്ക് ആക്കുക. ഇങ്ങനെ ചെയ്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഈ ഒരു പട്ടയുടെ സ്മെല്ലൊന്നും വരൂല. അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ ചെറിയ പ്രാണികൾ വരുന്ന പേടിയും പേടിക്കണ്ട.
ഇങ്ങനെ അങ്ങോട്ട് പൊടിയുടെ ടിന്ന് അങ്ങോട്ട് അടച്ചു വെച്ചാൽ മതി. ടിപ്പ് നമ്പർ 5. അരിപ്പൊടിയൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ടായിരിക്കും വാങ്ങിക്കാറ്. അരിപ്പൊടിയിൽ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് പെപ്പർകോൺസ് ആണ്. കുറച്ച് പെപ്പർകോൺസ് എടുത്തിട്ട് നമ്മൾ അരിപ്പൊടിയിൽ ഇട്ടിട്ട് ഒന്ന് അരിപ്പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം പെപ്പർകോൺസ് ചേർക്കാനേ. ഇതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മളെ ബേ ലീവ്സ് ഉണ്ടല്ലോ, നമ്മളെ ബേ ലീവ്സ് ഈ അരിപ്പൊടിയിൽ ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ പെപ്പർകോൺസ് ഇടുക, അതല്ലെങ്കിൽ ഈ ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി, രണ്ടും കൂടെ ചേർക്കണമെന്നില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ടിപ്പ് നമ്പർ 6. ഞാനിതാ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. നല്ല തിക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തേങ്ങയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഇതാ നമ്മുടെ പച്ചരി. പച്ചരി ഞാനിതാ കഴുകിയിട്ട് ഒരു അരമണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. കൂടുതലൊന്നും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. ഇത് നമ്മളെ മിക്സിയിലെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ വാം വാട്ടർ ആട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ അതിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. സ്പൂണ് വെച്ച് പ്രസ് ചെയ്തിട്ട് നല്ലപോലെ തേങ്ങാപ്പാൽ അരിച്ചെടുക്കണം. ഇപ്പൊ ദാ തേങ്ങ നല്ല പോലെ അരച്ച് നമ്മളെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കൂ, നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് ആണ്. ഇങ്ങനെ പച്ചരി ചേർത്ത് തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിന്റെ ക്വാണ്ടിറ്റിയും കൂടും, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കിട്ടും. ഈ തേങ്ങാപ്പാലിൽ പച്ചരിയുടെ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും ആരും പേടിക്കണ്ട. നമ്മൾ കൂടുതൽ പച്ചരി ഒന്നും ചേർത്തിട്ടില്ലല്ലോ, കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ പച്ചരിന്റെ ടേസ്റ്റ് വേറെ ആയിട്ട് നിൽക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ തേങ്ങാപ്പാൽ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ സ്പാച്ചില കണ്ടോ, ഇതിമ കണ്ടില്ലേ ഇങ്ങനെ ഒരു പാട പോലെ ഇങ്ങനെ നിൽക്കുന്ന, ഈ സ്പാച്ചിലമ്മ ഇങ്ങനെ പാട പോലെ നിൽക്കുന്നത് തേങ്ങാപ്പാൽ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ്. അപ്പൊ ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടിപ്സ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ ടിപ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.